ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം പുലർച്ചെ 5 മണി. ഉള്ളത് തമിഴ്നാട്ടിലെ ഏതോ ഒരു റോഡ് സൈഡുള്ള ഏതോ ഒരു കടയിലാണ്. രാത്രി 11:30 തിരുവമ്പാടിയിൽ നിന്ന് പോകുന്നതാണ്. യാത്ര വേളാങ്കണ്ണിയിലേക്കാണ്. മനസ്സിലാക്കുന്നത് ഏകദേശം ഉച്ചയാകുമ്പോൾ ഒരു 11:30-12 ആകുമ്പോൾ വേളാങ്കണ്ണിയിൽ എത്താമെന്നാണ്. വേളാങ്കണ്ണി പോയിട്ട് ഏകദേശം 10 വർഷം കഴിഞ്ഞു. പ്രശ്നമായിരുന്നു, യാത്ര വേണമെന്ന് കരുതിയിരുന്നു. ഇപ്പോഴാണ് ഒത്തു വന്നത്. കൂടെ നമ്മുടെ നല്ല സുഹൃത്തുക്കൾ കുറേ പേരുണ്ട്. എല്ലാവരും ചായ കുടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ചായ കുടിച്ച് കൊച്ചാത്താൻ പറഞ്ഞിരിക്കുന്നു. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഓരോരുത്തരിങ്ങനെ ഷാജിട്ടോ ചായ കുടിച്ചോ? ഇത് പിന്നെ ആ ഒരു കുട്ടി എന്താ പറയുക, മോഹൻലാൽ ശൈലിയിൽ നിൽക്കുക അവിടെ. അല്ലേ ഒക്കെ ചേട്ടാ, സുഖമല്ലേ? അത് പറഞ്ഞാൽ മതി. നിങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാജിയുടെ പോലെ സീരിയസ് ആയി നിൽക്കുകയാണ്. അതാണ്. എനിക്ക് ജിമ്മ് തുടങ്ങിയൊരു വ്യത്യാസം അറിയാറുണ്ട്. അല്ല, ജിമ്മിന്റെ പേരെന്തായിരുന്നു? ഗ്രാവിറ്റാസ് കൂടജി. എന്തായിരുന്നു? സ്ട്രെങ്ത് വിത്ത് പർപ്പസ്. ഓ, അങ്ങനെയാണ്. അതാണ് നമ്മുടെ ക്യാപ്ഷൻ. ഓ, വെരി ഗുഡ്. ഗ്രാവിറ്റാസ് സ്ട്രെങ്ത് വിത്ത് പർപ്പസ്. വായിക്കളത്ത് എന്തൊക്കെ അദ്ദേഹം പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. പുലർച്ചെ 5 മണി ആയതുകൊണ്ട് ഉറക്കപ്പൂസലായിട്ടൊന്നും മനസ്സിലായിട്ടില്ല പറയുന്നത്. മക്കളുണ്ടാക്കിയ ക്യാപ്ഷനാണ്. അതെയോ? ശരി. ഓ, ഇപ്പോൾ ഒരു കുടുംബ കൂട്ടായ്മയാണ് എന്താ പറയാ. അവിടെ ഒരു യുവമിഥുനങ്ങൾ എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. അദ്ദേഹം വളരെ എളിമയുള്ള ഡ്രസ്സാണ് ധരിച്ചാണ് ഇരിക്കുന്നത്. ഹലോ മാമുനി എന്താണ് ഇവിടെ, എന്തൊക്കെയാണ് വാങ്ങുന്നത് മാമുനി? ഒരു മുനി ഇങ്ങനെ എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. ഈ അല്ല ഇറക്കി തുടങ്ങി 20 രൂപ നോട്ട്. എന്താ നിങ്ങൾക്ക് ആരും കണ്ണു വെച്ചോ? ഫുൾ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ഫുൾ 20 രൂപയാണല്ലോ ഇവിടുത്തുള്ളത്. നമുക്ക് യാത്ര തൊട്ടുകയല്ലേ പോലെ. നമ്മൾ വന്ന വാഹനം അവിടെ റെഡിയായിട്ടുണ്ട്. ഞങ്ങൾ 16 പേരുണ്ട്. 7 ഫാമിലി, 7 കപ്പിൾസ്, 2 കുഞ്ഞുങ്ങൾ, 16 പേര്. നമ്മുടെ വണ്ടി ഒരു അർബാനിയാണ്. വളരെ കംഫർട്ടബിൾ യാത്ര കേട്ടോ. ഒരു പക്ഷേ ആദ്യമായിട്ടാണ് അർബാനി യാത്ര ചെയ്യുന്നത്. ദീർഘയാത്ര ക്ഷീണമൊന്നുമില്ലാതെ സ്വസ്ഥമായി യാത്ര ചെയ്യാൻ പറ്റുന്ന വളരെ കംഫർട്ടബിളായ യാത്രയാണ്. ആൾക്കാരൊക്കെ ഒന്ന് എഴുന്നേറ്റു. വാ ഷാജിയേട്ടാ, ഞാൻ പറഞ്ഞോ? ഞാൻ വരണോ? വേണ്ട, നിങ്ങൾ വിടുന്നു. ഞാൻ വിളിച്ചാൽ മതി. ഓ, തീർച്ചയായിട്ടും വരാം. ഇപ്പോൾ ഉള്ളത് ട്രിച്ചിയിലാണ്, തിരുച്ചിറപ്പള്ളി. പോകുന്ന വഴിക്ക് 1-2 അമ്പലങ്ങൾ കൂടി സന്ദർശിക്കണമെന്നുണ്ട്. ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദെൻ നമ്മുടെ സ്വന്തം വാഹനത്തിലേക്ക് കയറുകയാണ്. കുന്തലിച്ച കാലമൊക്കെ അന്തരിച്ചു, പിന്നെ നെഞ്ചു വെഞ്ചരിച്ച പാദമൊക്കെ സഞ്ചരിച്ച ഞാൻ തനിച്ചു, വേദനിച്ച നേരം എന്റെ അപ്പനെന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു.
സത്യം പാട്ടാണോ? അല്ല ചേച്ചി കെട്ടിയൊന്നാ പാടാറോ? சொன்னது இப்போ புரிஞ்சது இந்த வைப்பு தந்த வைப்பு நல்ல வைப்பு இந்த வைப்பு தந்த வைப்பு நல்ல வைப்பு മോനെ മോനെ ഈ കിഴക്കരക്കാട്ടെ കുടുംബത്തിന്റെ ഫാമിലിയുടെ ഒരു ഭാവി വാഗ്ദാനം തന്നെയാണ് നല്ല വെയിലുണ്ട്, പുറത്ത് ചൂടുണ്ട്, കുടയെടുക്കേണ്ടതാണ്. വെയിൽ കൊള്ളാതിരിക്കണമെങ്കിൽ പക്ഷേ മനോജിനെ പോലെ സുന്ദര സുമുഖനുമായ നല്ല സ്കിന്നുള്ള നല്ല സ്കിന്നുള്ള ആളായതുകൊണ്ട് അത് തന്നെ, അതല്ല ഉദ്ദേശിച്ചേ, അത് മാത്രം ഉദ്ദേശിച്ചത്. അതിനാൽ മനോജിന് വെയിൽ കൊണ്ടാലും ഈ കുരുത്തതായതുകൊണ്ട് വെയിലത്ത് വാടുന്ന ആളല്ല. വെള്ളത്തൊപ്പിയാണ് ദാഹിക്കുന്നവർക്ക് വെള്ളത്തൊപ്പി എടുക്കാം. യെസ്, ഇതാണ് ദി ബിഗ് ടെമ്പിൾ ഓഫ് തഞ്ചാവൂർ. ഇതാണ് നമ്മൾ ഇന്നിപ്പോൾ വിസിറ്റ് ചെയ്യാൻ പോണ ദി ബിഗ് ടെമ്പിൾ ഓഫ് തഞ്ചാവൂർ. ഈ ബിഗ് ടെമ്പിൾ എന്ന് പറയുന്നത് AD 1003 പണി തുടങ്ങി AD 1010 പൂർത്തിയാക്കിയ തഞ്ചാവൂരിലെ ഏറ്റവും വലിയ ടെമ്പിളാണ്. അമ്പലങ്ങളുടെ ഒരു നഗരം തന്നെയാണ് തഞ്ചാവൂർ. 7 വർഷം പണിയെടുത്ത അമ്പലം 1000 വർഷത്തോളം നിന്നു. Very beautiful for the fact. നോക്കൂ എത്ര മനോഹരമാണ് ഈ ക്ഷേത്രം. ശരിക്കും 1020 വർഷം മുമ്പ് പണിത ടെമ്പിൾ. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ബിൽഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ എവിടെയും പാർക്കിംഗ് സൗകര്യം ഇല്ലേ? പാളിയോ? നടക്കൂ. പാർക്കിംഗ് ഏരിയയിൽ നമ്മുടെ വാഹനം നിർത്തി ഓരോരുത്തരായിട്ട് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് ശ്രീ ബൃഹദേശ്വര ടെമ്പിളിലേക്കുള്ള യാത്രയിലാണ്. നേരെ ശ്രീ ബൃഹദേശ്വര ടെമ്പിൾ. രാജരാജ ചോളൻ തഞ്ചാവൂരെ ശ്രീ ബൃഹദേശ്വര ടെമ്പിൾ. ക്ഷേത്രങ്ങളുടെ നഗരിയായ തഞ്ചാവൂർ. ഒട്ടേറെ ചരിത്രം പറയാനുണ്ട് തഞ്ചാവൂരിന്. നമ്മുടെ ഭാരതത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രത്തിലെ സാംസ്കാരികമായി ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു അമ്പലമാണ് ബിഗ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ശ്രീ ബൃഹദേശ്വര ടെമ്പിൾ. ദ്രാവിഡ്യ സംസ്കാരത്തിൻ്റെ ചോള രാജാക്കന്മാരുടെ രാജരാജ ചോളൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച മനോഹരമായ ഒരു ടെമ്പിളാണിത്. ദ്രവീഡിയ ശില്പകലയുടെ മൂർത്തിയോദ്ഭാവം എന്നൊക്കെ പറയാം. ചോള രാജാക്കന്മാരുടെ കാലത്ത് 1003 AD മുതൽ 1007 AD വരെയുള്ള 7 വർഷങ്ങൾ കൊണ്ട് പണി കഴിപ്പിച്ച ക്ഷേത്രമാണിത്. ഏറെ ചരിത്രങ്ങൾ, ചരിത്രകഥകൾ, വീരസാഹസിക കഥകൾ പാടിപ്പതിഞ്ഞ പദമൂന്നിയ ഈ അമ്പല നഗരത്തിലൂടെ, ക്ഷേത്ര നഗരത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പ്രത്യേക വൈബാണ്. നല്ല ചൂടുണ്ട് പുറത്ത്, പക്ഷേ കൽക്കറ്റിനുള്ളിൽ നല്ല തണുപ്പ് തന്നെ. ചെറിയ കാറ്റ്, നിറയെ ചെമ്പകങ്ങൾ പൂത്തു നിൽക്കുന്നു. ചെമ്പകൈകൾ പൂത്ത മാനത്തെ പൊന്നമ്പിളി അല്ലേ? ഈ അമ്പലങ്ങൾക്കും ചുറ്റുപാടുകളൊക്കെ ഏകദേശം ഒരേ വൈബാല്ലേ ശരിക്കും. കുറേ നേരം കാണുന്നില്ലോ, അവിടെ ഉണ്ടല്ലേ.
ഒരു ചാക്ക് ചെരുപ്പ് ചെരുപ്പ് നമ്മൾ A43 ഹൂക്കിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. കൊടുത്തില്ല അല്ലേ? അപ്പൊ നമ്മൾ ഇനിയും നഗ്നപാതനായി കേട്ടോ, നഗ്നപാതനായ മനോജുമായി. അപ്പൊ നമുക്ക് അമ്പലത്തിലേക്ക് കയറില്ലേ പോലെ ഈ മേടം കറുത്ത് പോകാനായിട്ട് വരുന്നത് ഓ ടാനിങ് ഉണ്ടാവും, ഗ്ലാമറിനെ ബാധിക്കും. എന്തോ ഒരു മൂല പോലും വിടരുത്, എല്ലാം കവർ ചെയ്യണം. എല്ലാം കവർ ചെയ്യും. കാണാനില്ലേ? അല്ല നിങ്ങളിപ്പോ കാണുമല്ലോ. ഈ ചേച്ചി വരുന്നുണ്ടോ? ഗ്ലാമർ പോവും. ഈ ചേച്ചി ഗ്ലാമറിന് എന്തായാലും ഇത് പൊന്നുകൂടെ അത് പൊട്ടാ, ഇത് ആവശ്യമില്ല. പൊട്ട് വാ ചേച്ചിക്ക് കൂട്ടിരിക്കാം. അതല്ലേ കൂട്ടിന് പോരാ കൂടുതൽ നമുക്ക് പറ്റാ. അല്ല ആ ചേച്ചി വന്നാലേ മതം മാറി പോകുന്ന പേടിയുണ്ട്, പള്ളിയിൽ നിന്ന് പുറത്താക്കും ആ ചേച്ചി. അതുകൊണ്ടാണ് ഇതാരും ആദ്യം ചോദിക്കൂലേ? സ്വകാര്യമായിട്ട് പറഞ്ഞു. അല്ല ആ ചേട്ടാ നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങൾക്ക് മനസ്സിലായി. അതെ അതെ എൻ്റെ ഭാര്യ ഞാൻ പോട്ടെ. അപ്പോൾ ഞങ്ങളങ്ങനെ ചെരുപ്പൊക്കെ അവിടെ അഴിച്ചിട്ട് നഗ്നപാതരായി ഞങ്ങൾ അമ്പലനടയിലേക്ക് കിടക്കുകയാണ്. എന്തോ പിന്നെ ഈ സ്വാമിയുടെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലല്ലേ. സ്വാമി നഗ്നപാതേശ്വരൻ എന്നൊക്കെ പറയാം. എന്തൊരു പേരുണ്ട്. അല്ല ശിഖാമുഖ അതെന്താ എഴുതിയേക്കുന്നവിടെ? ഞാൻ വെറുതെ പറയാം, എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെ എന്തൊരു വഴി തമിഴ് അറിയാതെ പറഞ്ഞു തരണം കേട്ടോ. ഇപ്പൊക്കെ ബുദ്ധിമുട്ട് കിട്ടില്ല കേട്ടോ. ഇവിടുത്തെ പ്രതിഷ്ഠ ശിവൻ്റെയാണ്. ശിവൻ്റെ എല്ലാവരാണ്. ശ്രീ പരമേശ്വരൻ്റെ പേരിലുള്ള ക്ഷേത്രമാണിത്. അമ്പലത്തിലേക്ക് കയറുന്നതിന് ചെറിയ ടിക്കറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതാണെങ്കിലും നല്ല വെയിലുണ്ട്, ചൂടുണ്ട്. അയ്യോ കാല് പൊള്ളുന്നുമുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ എന്തൊരു പക്ഷേ നമ്മുടെ കേരളത്തിൽ കുറവാണെങ്കിലും അല്ലേ, തമിഴ്നാട് ആ ചോള അല്ലെങ്കിൽ തമിഴ്നാട് കൾച്ചറിൻ്റെ ഭാഗമാണ് എന്നുള്ള ഇങ്ങനെയുള്ള ടെമ്പിളുകൾ. പക്ഷേ രാജഭരണം ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്തത് ദ്രാവിഡ രാജഭരണം ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്തത് ഈ നാട്ടിലായിരുന്നുകൊണ്ടാവാം തമിഴ്നാട്ടിലെവിടെയും ഇതുപോലെയുള്ള ഒത്തിരിയേറെ ക്ഷേത്രങ്ങൾ കാണാം. നമ്മൾ അത്ഭുതപ്പെടുത്തി കളയും. ടെക്നോളജിയൊക്കെ എത്രയോ പ്രിമിറ്റീവായ കാലത്ത്. ഇവിടെ സംഭവം കാണാം. ഇത് വേൾഡ് ഹെറിറ്റേജ് മോണ്യുമെൻ്റാണ് യുനെസ്കോയുടെ. അതുകൊണ്ട് വളരെയധികം എന്താ പറയുക ശ്രദ്ധയോടെ പരിപാലിക്കപ്പെടുന്ന ക്ഷേത്രമാണ്. ഇത് 1007 പണി കഴിപ്പിച്ചത്. ഇതിൽ ഈ ലിഖിതങ്ങൾ ഒരു പക്ഷേ കൊടും തമിഴ്ന്നോ ചെന്തമിഴെന്നൊക്കെ പറയാതില്ലേ, അതുപോലെ ആയിരിക്കാം. നമുക്ക് ഭാഷയെക്കുറിച്ചൊന്നും അറിയില്ല. ഒരു ഗൈഡ് ചോദിക്കാമായിരുന്നു. ഏതാണെങ്കിലും നമ്മുടെ മലയാളത്തോട് ചേർന്ന് പോകുന്നതൊക്കെയാണ്. തമിഴിൻ്റെ ഒരുപക്ഷെ പ്രാചീനമായ തമിഴ് ലിപി ആയിരിക്കാം അത്. ദെൻ ഇവിടെ നല്ല ചൂടുണ്ട്. ഇതൊരു പക്ഷേ അവിടെ ഒരു മണ്ഡപമുണ്ട്. അത് നമ്മുടെ ഇദ്ദേഹമല്ലേ ശിവൻ്റെ വാഹനമായ നന്ദിയുടെ ഒരു പ്രതിമയുണ്ട് അവിടെ. അല്ലേ നന്ദിയല്ലേ? നന്ദിയുടെ ഒരു പ്രതിമ അവിടെ ഉണ്ട്. പരമേശ്വരനെ നോക്കി നിൽക്കുന്ന നന്ദിയുടെ ഒരു പ്രതിമ. ദെൻ ഇവിടെ നല്ല നല്ല ചൂടുണ്ട്. കാല് ചുറ്റു പറിക്കുന്നു. അതിനെ നടക്കാൻ വഴി വേറെ ഉണ്ടോ? നമ്മൾ നേരെ നടന്നിട്ടോ പോണത് അമ്പലത്തിലാ. ഇതൊരു കൽമണ്ഡപത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതാണ് അന്നത്തെ കാലത്തെ എന്താ അവിടെ ക്യൂ ഉണ്ടോ? അവിടെ കുറെ പേര് ഫോട്ടോ എടുത്ത് പാർക്കുന്നുണ്ട്. അവിടെയൊക്കെ ഫോട്ടോ എടുത്ത് ആർക്കും അവരൊക്കെ അത് കല്ലിലുണ്ടാക്കിയ ഇപ്പൊ കോൺക്രീറ്റിൽ ഉണ്ടാക്കണേ തന്നെ എന്തൊരു പണി വരും അല്ലേ? അത് ക്രെയിനില്ല, ഒന്നുമില്ല. എങ്ങനെ ഈ ടെമ്പിളിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈസ്റ്റ് ഭാഗത്തുള്ള ഗോപുരത്തിന്റെ ഉള്ളിൽ കൂടെ പൊളിറ്റീഷ്യൻസ് കയറില്ല. കയറി കഴിഞ്ഞുണ്ടെങ്കിൽ അവരുടെ സ്ഥാനം പോവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം.
അപ്പോൾ നമുക്ക് ഇവിടുത്തെ എല്ലാവരും ആരും പൊളിറ്റീഷ്യന്മാരില്ല. ചെണ്ണ കയറ്റാൻ പൊളിറ്റീഷ്യനല്ലേ. ഇതാണ് നന്ദിയുടെ പ്രതിമ. യെസ്, നന്ദി അവിടെ പരമേശ്വരനെ നോക്കി നിൽക്കുന്ന, പരമേശ്വരൻ്റെ പ്രതിഷ്ഠയ്ക്ക് കാവൽ നിൽക്കുന്ന നന്ദി എന്ന് പറയാം. ശരിക്ക് നന്ദിയുടെ മെയിൻ പ്രതിമ ഇവിടെയുണ്ട് അല്ലേ? ചുറ്റും നോക്കിയാൽ ഇതിലെല്ലാം ഈ കൊച്ചു ഓരോന്നും നന്ദികളാണ്. ഈ ചെറിയ ഇത് തൊട്ട് പിന്നെ ബോർഡറിലേക്ക് നോക്കി, അതെ എത്രയോ നോക്കി. ഈ അമ്പലത്തിൽ ചുറ്റുമുള്ള ഭിത്തികളിൽ നിറയെ, ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിക്കോളൂ, ഇതെല്ലാം നന്ദിയുടെ പ്രതിമകളാണ്. എത്ര പേരുടെ, എത്ര നാളിലെ അല്ലേ ശരിക്കും, എത്ര പേരുടെ ഒരു ജന്മത്തിൻ്റെ എഫേർട്ടാവുന്നത്. അതാണ് ഇവിടെ നല്ല ചൂട്, നല്ല വെയിൽ, പിന്നെ തണുത്ത കാറ്റൊക്കെ ഉണ്ട്. നടക്കുന്നതിന് ഏതാണെങ്കിലും അല്ലേ നടക്കുന്ന സാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടക്കുമ്പോൾ ചൂട് അറിയുന്നില്ല. പിന്നെ നടപ്പാതകളിൽ എന്താ പറയുക, പുൽപ്പാ പിടിച്ചിട്ടുള്ളതുകൊണ്ട് അതും ഒരു ഇത്. ശരീരം ഒന്ന് മുന്നോട്ട് നോക്കാം, ഒരുമിച്ച് വർത്താനം നടന്നു പോകണം. ശരീരം ബലഹീനമായെന്ന് പറഞ്ഞ ഇവിടെ ശരീരം സന്നദ്ധമായതുകൊണ്ട് നടക്കുക. ഇനി പറ, നമ്മൾ ഭക്തിയുടെ ലഹരിയിലാണെന്നാണ് നമ്മുടെ ഫെസ്റ്റിവൽ പറഞ്ഞത്. അതെ, ഞങ്ങൾ ഭക്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. തിരികുവാണെങ്കിൽ അവിടുത്തെ കൺസ്ട്രക്ഷന്റെ ഒരു ഭംഗിയോട് നമുക്കൊന്ന് കവർ ചെയ്യാം അല്ലേ? എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, തമിഴാണ്, ഉറപ്പാണ്. അത് പക്ഷേ പ്രിമിറ്റീവ് തമിഴ് എന്ന് പറയാമായിരിക്കും. ഇതൊക്കെ പറഞ്ഞ ആളുണ്ടായിരിക്കും എളുപ്പമായിരുന്നു, നമുക്കറിയില്ല. മുഴുവൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വെച്ചാൽ വേണം സന്തോഷം വായിക്കാൻ. സന്തോഷിന്റെ അവസ്ഥ വീട്ടിൽ കൊണ്ടുവച്ച് മുഴുവൻ വായിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. വാസ്തുവിദ്യ. അതെ 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 അതെ, ദൃശ്യം നോക്കൂ. ഒറീസ അമ്പലങ്ങളുടെ സംസ്ഥാനമാണ്. അപ്പൊ അവിടെ പുരി, കൊണാർക്ക്, ഈ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രമൊക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഓ ഗ്രേറ്റ്. അവിടുത്തെ രഥോത്സവത്തിന്റെ ആ രഥം വലിക്കുന്ന ആ തേരെന്ന് പറയുന്നത് മുഴുവൻ കല്ലിനുണ്ടാക്കിയിട്ടുള്ള ഒരു തേരാണ്. അത് വലിക്കുക എന്ന് പറയുമ്പോൾ അല്ലേ? എനിക്ക് തോന്നുന്ന ഒരു എത്രയോ അതായത് 3 ഡിജിറ്റുള്ള, അതായത് 100ന് മുകളിൽ ടണ്ണെങ്കിലും അതിന് വെയിറ്റ് ഉണ്ടാവും. അത്രയും കൂറ്റൻ രഥമാണ് അവർ വലിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതൊക്കെ അത് ഞാൻ കണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെയുള്ള
ഭയങ്കര വാസ്തുവിദ്യയുടെ നിർമ്മാണ പ്രവൃത്തിയാണ് അവിടെ. അപ്പോൾ അത് നമ്മളെ ആരെയും വിസ്മയിപ്പിക്കുന്ന ഒരു അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യകാല പ്രാചീന സംസ്കാരങ്ങളിൽ ഉയരങ്ങളെ അവർ ഏറ്റവും ആരാധിച്ചിരുന്നുള്ളതാണ്. ഉയരം കൂടുതലും അവിടെ ദൈവം കൂടെ അടുത്ത് വരുന്നതാണ്. ദൈവത്തെ അടുക്കാൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയാൽ ദൈവത്തെ കൂടെ അടുക്കാൻ കഴിയുമെന്ന വിശ്വാസം കൊണ്ട് സങ്കല്പം അങ്ങനെയാണ്. അതാണ്. അതുപോലെ തന്നെ ഈ ചിത്രകലാ വിദ്യയും മറ്റു കാര്യങ്ങളൊക്കെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ എല്ലാ കലകളും ചിത്രകലകളൊക്കെ ദൈവികമാണ്. അതുപോലെ ശാസ്ത്രവും അല്ല സംഗീത ഞാൻ രാജസ്ഥാനിലെ മൗണ്ട് അബു സ്ഥലത്ത് പോയിരുന്നു. അവിടെ ദിൽവാര ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ഒരു മന്ദിരമാണ്. അതിന്റെ ഉള്ളിലെ കൊത്തുപണികൾ നല്ല ഭയങ്കരമായ മാർബിൾ കൊത്തുപണികളാണ്. അതുപോലെ പിന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നിർമ്മിച്ചാണെങ്കിലും അക്ഷർധാം എന്ന് പറയുന്ന ഡൽഹിയിലെ അവിടെ ഞാൻ പോയി ബഹായിയുടെ അതിന്റെ ഉള്ളില് ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് മാർബിൾ എന്നാണ്. അപ്പൊ ഈ കലയും ദൈവവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് പറയാം. കലയും നൃത്തവും സംഗീതവും ഒക്കെ ദൈവ സാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന മനുഷ്യരാണ്. അവര് ഭക്തിയുടെ അടയാളങ്ങളായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന്റെ അപ്പൊ അതായത് മറ്റൊന്ന് പറഞ്ഞാൽ ഈ കലകൾ ദൈവികമായി ലഭിക്കുന്നതാണ്. ദൈവാംശം, ഈശ്വരാംശം ഓരോ സിദ്ധിയാണ്. ഈശ്വരാംശം ഓരോ കലയിലും ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ എത്രയോ തലമുറകളുടെ പുണ്യമാവാം ഒരു വ്യക്തിക്ക് പ്രത്യേക കലയിൽ നിപുണനായും ജനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്നത്തെ ആധുനിക ലോകത്തെ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഇപ്പൊ നമ്മൾ നോക്കൂ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ നൃത്തം പഠിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ ഗുരുകുലം പോലെ ഈ ചിത്രകല അഭ്യസിക്കുന്ന വിദ്യാർത്ഥി ദക്ഷിണ കൊടുത്ത് അതിനെ വർദ്ധിച്ചാൽ ഒരു ദൈവമാണല്ലോ അവിടെ. പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാൽ അതാവണമെന്നായിരുന്നു അന്നത്തെ കാലത്ത് ഒരു ഗുരുമുഖത്തു നിന്നാണല്ലോ ഇപ്പം നമ്മൾ ഇതൊക്കെ ആദ്യത്തെ സർജറി ചെയ്ത ശുശ്രൂതൻ ഇന്ത്യക്കാരനാണ്. അപ്പം അന്ന് ഇവർക്കൊക്കെ ശിഷ്യന്മാരുണ്ടല്ലോ. അപ്പം ഈ ഗുരുവിൻ്റെ അടുത്തു നിന്നാണല്ലോ ഇവരിത് പഠിക്കുന്നത്. അന്നും അതുപോലെയുള്ള സംവിധാനങ്ങളായിരുന്നല്ലോ. അത് ഇപ്പോഴല്ലേ ഇതിൻ്റെയൊക്കെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളും മെഡിക്കൽ കോളേജുകളും ഒക്കെ ആയത്. പക്ഷെ അവിടെ സംഭവിച്ചെന്നറിയോ, സംഭവം ഇതൊക്കെ എല്ലാം ശരിയാണെങ്കിലും നമ്മൾ അതിനെ വെറും പ്രൊഫഷനായി കാണുന്നതാണ്. കൊമേഴ്സൈസ് ചെയ്യപ്പെട്ടു. അതിന്റെ ഒരു കുറവ് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടെന്ന് പറയാതെ വയ്യ കേട്ടോ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇന്നത്തെ ലോകത്ത് അതേ ഒരു പരിധിവരെ ചലിക്കുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതൊരു ജീവനമാർഗമായി മാറി. പണ്ട് വൈദ്യന് പട്ടിണിയായിരുന്നു. അത് അറിയോ എന്തുകൊണ്ട് ആയുർവേദം എന്തുകൊണ്ട് ഇല്ലാതായി പോയത്? അത് ചിന്തിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആയുർവേദ വൈദ്യന്മാർ ഒരിക്കലും അപ്പം ചികിത്സയ്ക്ക് പണം വാങ്ങിയിരുന്നില്ല. വേതനം വാങ്ങിയാൽ അതിന്റെ ഫലം കിട്ടിയെന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് വെച്ചാൽ പുതുതലമുറ നെക്സ്റ്റ് ജനറേഷൻ എന്താ പറയുക തയ്യാറായില്ല. കാരണം വീട്ടിൽ പട്ടിണി ആയതുകൊണ്ട്. അതുകൊണ്ട് എത്രയോ എന്താ പറയുക അറിവിന്റെ അല്ലെങ്കിൽ ചികിത്സയുടെ ആയുർവേദത്തിന്റെ മണിമുത്തുകൾ നഷ്ടമായെന്നറിയാം. ഈ പ്രധാന അമ്പലം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏറ്റവും മുകളിലത്തെ ഭാഗത്തേക്ക് എന്താ നോക്കുമ്പോൾ ഇതിപ്പോ 100-150 അടി പൊക്കമില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മുകളിലേക്കൊക്കെ എങ്ങനെ ഇവർ നിർമ്മാണം അത് ഇന്നും നമുക്ക് മനസ്സിലാക്കാത്ത കാര്യമാണ്. ഇതെങ്ങനെ ചെയ്തു എന്നുള്ളത്. ഇത്രയും വലിയ കല്ലുകളൊക്കെ ഇവിടെ എത്തിച്ച് ഇതൊക്കെ ഇത്ര മനോഹരമായി പെർഫെക്ഷനോടെ ഞാൻ എപ്പോഴും ചിന്തിക്കാറിനറിയോ, ഒരു പക്ഷേ ഒരു ജനസമൂഹം തന്നെ നമ്മൾ പറയാറില്ല, കൽപ്പണിക്കാർ എന്ന് പറയുന്ന ജനസമൂഹം അവരെ എന്താ ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും ഇതിനു വേണ്ടി അവരുടെ ആത്മസാക്ഷാത്കാരം, നമ്മൾ പറഞ്ഞ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഈ ഇങ്ങനെയുള്ള അമ്പലങ്ങൾ, ഇങ്ങനെയുള്ള പ്രതിഷ്ഠകൾ, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ നിർമ്മാണം അത് അവരെ ജന്മലക്ഷ്യം അതായിട്ട് അവർ കരുതി അവർ അതിനുവേണ്ടി അങ്ങോട്ട് ജീവൻ തന്നെ കൊടുത്ത. പക്ഷെ വേറെ കാര്യം ഒരു സംഭവമുണ്ട്, നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു വസ്തുതയുണ്ട്. നമ്മൾ അതായത് ഇതിന് അന്ന് എന്തെങ്കിലും ഒരു ടെക്നോളജി ഉണ്ടായിരുന്നോ നമുക്ക് അത് വേറെ. അതെ, കാരണം ഈ അടുത്ത കാലത്ത്, വളരെ അടുത്ത കാലത്താണ് ഈജിപ്തിലെ ഗിസയിലുള്ള പിരമിഡിന്റെ അടിയിലേക്ക് 100 അടി താഴത്തിലോ മറ്റും തൂണുകൾ ഉണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് ഇന്ന് നിലനിൽക്കുന്നത് അല്ലേ? അതെ, അസ്ഥിവാരം അത്രത്തോളം ഉറപ്പുള്ളതായിരുന്നു. അതെ, അപ്പൊ ഈ പിരമിഡൊക്കെ നമ്മൾ വിചാരിച്ചോണ്ടിരുന്ന വെറുതെ കല്ലുകൊണ്ടേ പൊക്കി വെച്ചതാണ്. അതെ, പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ അറ്റ്ലീസ്റ്റ് അപ്പൊ അങ്ങനെ അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ഇതിനൊക്കെ ഭയങ്കരമായ അസ്ഥിവാരം, ഇതിന്റെ അടിയിലൊക്കെ ഭയങ്കരമായ എഞ്ചിനീയറിംഗും ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ലോകം കണ്ടുപിടിച്ചത്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കേട്ടോ, നമ്മളൊക്കെ ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ട ഒരു തലമുറകളെ വലിയ അറിവിൽ തിരിച്ചു വെക്കാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയില്ല. അത് നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെടുന്ന സാധനം ഡിസൈനിൽ ചരിഞ്ഞ ഗോപുരം ഒരു കെട്ടിടം പണിതപ്പോൾ വേണ്ട പോലെ അടിത്തറ ഇടാഞ്ഞിട്ട് ചിരിച്ചതാണ്. ആ സാധനത്തെ എന്ത് ചെയ്തു, സയൻസ് അനുസരിച്ച് കണക്കനുസരിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ വെയിറ്റ് കൂട്ടി ആ സാധനത്തെ ചരിത്ര സ്മാരകമാക്കിയിട്ട്
അവരെ എന്ത് ചെയ്യുന്നുള്ളൂ, അവർ വരുമാനമാക്കി മാറ്റി. അതെ 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 ഒരു അത്ഭുതമാക്കി മാറ്റി. അല്ല, ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പറയും, ഇതിപ്പോൾ നമുക്ക് സൗജന്യ കയറാൻ കഴിഞ്ഞു, മറ്റു പുറത്താൻ കഴിയില്ല, അതെല്ലാം പേയ്മെൻ്റ് ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ സ്പേസ് സ്റ്റേഷനുകളും സ്പേസിൽ പോകാനും തിരിച്ചു വരാനും ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ ഭൂമിയിൽ തന്നെ ഇനിയും അനാവൃതമാകാത്ത, അതെ, നമ്മുടെ പൂർവികർ കണ്ടെത്തിയ, അതെ, പൂർവികർ കണ്ടെത്തിയിരുന്ന കാര്യങ്ങളിൽ ഇനിയും അനാവൃതമല്ലാത്ത കാര്യങ്ങൾ ബാക്കി കിടക്കുവാണ്. അത് ഞാൻ വിശ്വസിക്കണം കേട്ടോ, സത്യം പറയാം, എൻ്റെ ചിന്തയിൽ എപ്പോഴും ഉള്ളതാണത്. ഒരു പക്ഷേ MH370 എന്ന് പറയുന്ന വിമാനം പോയി വീണിട്ട് അത് തപ്പിയെടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് ഈ വിമാനത്തിൻ്റെ ഓരോ വിമാനത്തിൻ്റെയും എൻജിൻ്റെ അകത്ത്, റോൾസ് റോയ്സ് ആണ് മെയിനായിട്ടുള്ള എൻജിൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ വിമാനത്തിൻ്റെ എയർക്രാഫ്റ്റ് എൻജിൻസ് മാനുഫാക്ചർ ചെയ്യുന്ന ഏറ്റവും പ്രധാന മാനുഫാക്ചറർ റോൾസ് റോയ്സ് ആണ്. അവരതിൻ്റെ അകത്തൊരു ചിപ്പ് വെച്ചിട്ട് ഓരോ നിശ്ചിത സമയത്തിലും ഈ ചിപ്പിൽ നിന്നും റോൾസ് റോയ്സിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് അവരുടെ മാസ്റ്റർ കമ്പ്യൂട്ടറിലേക്ക് ഇതുവഴി, അതായത് സാറ്റലൈറ്റ് വഴി ഒരു സിഗ്നൽ പോകുന്നുണ്ട് ഈ ഫ്ലൈറ്റിനെ ട്രാക്ക് ചെയ്യുന്ന. ഓരോ എഞ്ചിനും എവിടെയാ ഉള്ളതെന്ന് അവർക്കറിയാം, അറിയാൻ കഴിയും. പക്ഷേ ഈ MH370 ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് ഈ സിഗ്നലൊക്കെ ഓഫായി. അത് കഴിഞ്ഞിട്ട് അതിനെ അടിസ്ഥാനമാക്കി 10,000 സ്ക്വയർ കിലോമീറ്റർ ദൂരം തപ്പിയിട്ടും വിമാനം കണ്ടെത്താനായില്ല. അപ്പം അങ്ങനെയാണ് ഇപ്പം മനുഷ്യനെ ഇത്രയും അധികം ആധുനിക ശാസ്ത്രം വികസിച്ചിട്ടും മനുഷ്യൻ എത്രത്തോളം പരിമിതമായ അറിവുകൾ കൊണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അല്ല, അത് നമ്മുടെ ഒരു എക്സെൻട്രിക് ചിന്തയാണെങ്കിൽ പോലും ഞാൻ പറയാറുണ്ട്, ഞാനിപ്പോൾ ചിന്തിക്കുന്ന കാര്യമാണ്, നമ്മുടെ പൂർവികർക്ക് നമ്മളൊക്കെ അറിവുണ്ടായിരുന്നിരിക്കാം. പക്ഷെ നമ്മൾ നിന്ന് ABCD പേരിട്ട് വിളിക്കുന്നു, അന്ന് ആയിരുന്നില്ലാത്ത മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മുടെ തിരുവമ്പാടി പ്രദേശത്തെ കുറഞ്ഞ കാലമല്ലേ ആയുള്ളൂ ജനസാന്ദ്രമായിട്ട്. അതെ 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 അതെ. ഇതിനു മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ ഓരോ സ്ഥലവും അളന്ന് അവിടെ കുത്തിവെച്ചു ഉണ്ട്. അതാണ് പെരും കാടാണ്. എന്നിട്ട് ഇതൊന്നുമില്ല. ശരിയാ, ആ ഉടുമ്പുപാറ മലമുകളുണ്ട്, ഞാൻ ചിന്തിക്കാറുണ്ട്. അവർ ഇന്ന് രേഖപ്പെടുത്തി വെച്ചേക്കുന്ന സ്ഥലത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ മണ്ണിനകത്ത് അവക്കായിട്ട് ഇത് എങ്ങനെ വെച്ച ആ സമയം ബ്രിട്ടീഷുകാരുടെ കാലത്തെ ആ ഉടുമ്പുപാറ മുകളിൽ കാടിനുള്ളിൽ അവർ പറയുന്നത്. മൂന്നാറിലെ തേയിലക്ക് പ്രത്യേക രുചി ഉണ്ടെന്ന് കണ്ടുപിടിച്ച സായിപ്പാണ്. അതെ അതെ. 1904 ഉണ്ടായ പ്രളയത്തിൽ മൂന്നാറിലെ ഓടിക്കൊണ്ടിരുന്ന റെയിൽവേ എഞ്ചിൻ ഒലിച്ചു പോയതായിട്ട് പറയുന്നുണ്ട്. അതെ അതെ അതെ. അവിടെ മൂന്നാറിൽ റെയിൽവേ ലൈൻ എങ്ങനെ വന്നു എന്നുള്ളത് അല്ലേ, അതെങ്ങനെ അവിടെ എത്തിച്ചു, അന്ന് അത്രയും കഷ്ടപ്പെട്ട് അവരവിടെ എത്തിച്ചു. അത്രയും എന്തൂസിയാസം ഉള്ളവരായിരുന്നു ബ്രിട്ടീഷുകാർ. അതെ 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 അതെ. നമുക്കിപ്പോൾ ഒരു മൂന്നാറിലൊരു എഞ്ചിൻ എത്തിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ റെയിലിടമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കുകയല്ല, അതാ വിഷയം. വളരെ വിഗഹമായ ചർച്ചകൾ ഞങ്ങൾ മൂന്നുകൾ നടത്തി തിരിച്ചു വന്നപ്പോഴത്തേനും മറ്റവല്ല അക്ഷമൻ അവിടെ കാത്തിരിപ്പുണ്ട്. എന്ത് കഴിയുമ്പോൾ അറിയാം എന്തൊക്കെയാണെന്ന് കേൾക്കേണ്ടി വരാമെന്ന് അറിയില്ല. പറഞ്ഞോട്ടോ എന്തോ അവർക്ക് ചെരുപ്പ് കിട്ടണമെങ്കിൽ ഞാൻ വരണം. ക്ഷേത്രം ഇഷ്ടപ്പെട്ടോ? അതല്ലേ. അല്ല, ഈ ചേച്ചിയുടെ ചേട്ടൻ നന്നായി പറഞ്ഞു, ചരിത്രത്തെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു. എന്നാൽ ചേച്ചി ഒരു അഭിപ്രായം പറയൂ ചേച്ചി. അതല്ലേ, ശരിക്കും നമ്മുടെ ചോള രാജാക്കന്മാരുടെ കാലത്ത് പെയ്ത അല്ലേ 1000 വർഷം മുമ്പ് ഉണ്ടായ ഒരു മനോഹരമായ ബിൽഡിംഗ്. മെയിൻ ഗോപുരം ടോളസ്റ്റ് ഇൻ ഇന്ത്യയാണ്. അതെയോ? കാറ്റഗറിയിൽ ദ്രവീഡിയ ടെമ്പിൾ കാറ്റഗറിയിൽ ടോളസ്റ്റ് ഇൻ ഇന്ത്യ. ഓക്കെ ഓക്കെ. അപ്പം നേരെ വേളാങ്കണ്ണി. നേരെ ഒരു കൂടെ കീഴിൽ കണ്ടില്ലേ യുവമിഥുനങ്ങൾ. ശ്രീ ബൃഹദേശ്വര ടെമ്പിൾ അമ്പലങ്ങളുടെ നാടായ ക്ഷേത്രനഗരിയായ തഞ്ചാവൂർ 1003 തുടങ്ങി 1010 പണി തീർത്ത ശ്രീ രാജരാജ ചോളൻ, ചോളരാജാക്കന്മാർക്ക് ഫേമസ് ആയ ശ്രീ രാജരാജ ചോളൻ്റെ കാലത്ത് പണിയെടുപ്പിച്ച ബൃഹത്തായ സൗത്ത് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരമുള്ള മകുടമുള്ള ടെമ്പിൾ എന്നാണ് പറയുന്നത്.
ഇതിനെ സാക്ഷാൽ പരമശിവൻ്റെ പേരുള്ള ക്ഷേത്രമാണിത്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പരമേശ്വരൻ്റെ വാഹനമായ നന്ദിയുടെ ഒരു പ്രതിമ കാണാം. ചുറ്റുമതിൽ മുഴുവൻ നന്ദിയുടെ കുഞ്ഞു കുഞ്ഞു പ്രതിമകളുണ്ട്. ഒട്ടേറെ ചരിത്രപരമായ സംഭവങ്ങൾ നടന്ന മനോഹരമായ ഒരു ഏരിയ. നല്ല പച്ചപ്പിൽ വളരെ മനോഹരമായി യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിലൊന്നാണിത്. അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് കൃത്യമായി നമ്മൾ ഇത് പരിപാലിക്കപ്പെട്ടിരിക്കുന്നു. അഭിമാനമാണ് അവിടെ നിൽക്കുമ്പോൾ. കാരണം നമ്മുടെ ആർഷഭാഷ സംസ്കാരത്തിൻ്റെ കുറേ മുത്തുമണികൾ, നന്മകൾ ഇവിടെ ഈ മണ്ണിൽ ഉറങ്ങുന്നുണ്ട്. അതിൻ്റെ അത് കാണാൻ കഴിഞ്ഞ ഒത്തിരി സന്തോഷമായി, ഭാഗ്യമായി കരുതുന്നു. ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇനിയും വേളാങ്കണ്ണിയിലേക്കാണ്. ഇന്നലെ രാത്രി 11 മണിക്ക് തുടങ്ങിയ യാത്ര ഇപ്പോൾ പിറ്റേ ദിവസം ശനിയാഴ്ച 12-ാം തീയതി 11-രായിരിക്കുന്നു യാത്ര തുടരുന്നു.